എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു മുടക്കം കൂടാതെ 9, 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അവരവരുടെ വീടുകളിലെ വിശേഷങ്ങളും ഇതുമാതിരി എല്ലാ സന്തോഷകരമായ കാര്യങ്ങളും വിജയകരമായ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നമുക്ക് വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന അന്നദാനം നല്ല സുമനസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദാമിനി ബാലകൃഷ്ണൻ, അവരുടെ മകൻ വിപിനാണ് ബാംഗ്ലൂരിൽ. ഈ സൗദാമിനേച്ചി നമ്മുടെ പൈതൃകം ഗുരുവായൂരിൻ്റെ സംഘടന, പൈതൃകം ഗുരുവായൂർ എന്ന സംഘടനയിൽ ഏറ്റവും ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും അവരുടെ കുടുംബത്തിനും അവരുടെ ആത്മാവിനും നിത്യശാന്തി നൽകുന്നു. അത് നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് രണ്ടാമത് ഒരാൾ കൂടി ഉണ്ട്. നമുക്ക് പാലുവായിലുള്ള കൈതയ്ക്കൻ പുഷ്കരേട്ടൻ്റെ സ്മരണാർത്ഥം ആ കുടുംബമാണ് ഇന്ന് ഈ ഭക്ഷണം രണ്ടാമതായിട്ട് നൽകുന്നത്. അവരുടെ ആത്മാവിനെ നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കൊരു മിനിറ്റ് നേരം. ആ രണ്ട് കുടുംബത്തിനും ഗുരുവായൂർ ചേംബർ കൊമേഴ്സിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഏകദേശം 10 വർഷമായി 10ഓളം വർഷമായി ഇവിടെ നടന്നു വരുന്ന ഈ അന്നദാനം ഒരു മുടക്കം കൂടാതെ ഇനിയിപ്പോൾ 25-ാം തീയതി ഉണ്ട്, 28-ാം തീയതി ഉണ്ട്. എന്തായാലും ഇതിന് തുടക്കം കുറിച്ച ഈ ഗുരുവായൂരിലെ വസന്തമണി ടീച്ചർ ഇന്ന് നമുക്ക് ഈ അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം. വസന്തമണി ടീച്ചർ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രേംജി ഗുരുവായൂർ ദിനവാർത്ത, ഗുരുവായൂർ യൂട്യൂബ് ചാനലുകൾ, ഗുരുവായൂർ മീഡിയ സെൻറ്റർ, എല്ലാ കാര്യങ്ങളും പുറം ലോകങ്ങളിൽ എത്തിക്കുന്ന പ്രേംജി ഗുരുവായൂരിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുമാതിരി മുരളിയുണ്ട് ടീച്ചറുടെ ഒപ്പം എല്ലാ കാര്യത്തിനും. മുരളി, അതുമാതിരി ജയൻ, എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മളെ ഗുരുവായൂരിൻ്റെ എന്താ പറയുക എല്ലാ പൊതുജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആദ്യവസാനം നിന്ന് പ്രായത്തിനെ പോലും ഇതാക്കാതെ ടീച്ചർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ടീച്ചറെ ഇത് സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുവാനായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പായസം കിട്ടാ, പായസം വേണ്ടേ? ചോറ് വേണ്ട. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.